ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ദൈവജന സന്ദേശം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി വ്യക്തമായി ഇടപെട്ട 5 പ്രധാന ദൂതുകളെ തുടർന്നുള്ള 5 ദിവസം നാം ഒന്നിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഈ ദൈവജന സന്ദേശത്തിലൂടെ നാം ചിന്തിക്കാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ ദൈവജന സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികളെ വിളിച്ച് കൊണ്ടുവരും. ദൈവവചനപ്രകാരം ചിന്തിക്കാൻ, ദൈവവചനപ്രകാരം സ്റ്റെപ്പ് എടുത്തു വെക്കാൻ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ ഈ ദൈവവചന സന്ദേശം, ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൂത് അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തും. ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ വീര്യപ്രവൃത്തികളെ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ മെസ്സേജിന് ടൈറ്റിൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ആദ്യത്തെ ദൂത്, ഈ 5 ദിവസത്തെ ഈ 5 കാര്യങ്ങളുടെ ആദ്യത്തെ കാര്യം ഇതാണ്: വിശ്വാസം മലകളെ നീക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്ത് നാം ഭാരപ്പെടുമ്പോൾ, നാളെ ഓർത്തുള്ള ആശങ്കകൾ നമ്മുടെ അകത്ത് കയറുമ്പോൾ, തടസ്സങ്ങളെ മുന്നിൽ കാണുമ്പോൾ, പ്രതികൂലങ്ങളെ മുന്നിൽ കാണുമ്പോൾ, മുന്നിൽ വഴികളെല്ലാം ഇരുട്ടാണ് എന്ന് തോന്നുമ്പോൾ, ഒരു ഐഡിയയും മുന്നിൽ തെളിഞ്ഞു വരാതിരിക്കുമ്പോൾ, എല്ലാം അവസാനിപ്പിച്ചേക്കാം, എല്ലാം തീർത്തേക്കാം, എല്ലാം ഉപേക്ഷിച്ച് മടങ്ങിപ്പോയേക്കാം, പ്ലാനുകളെല്ലാം ഉപേക്ഷിച്ചേക്കാമെന്ന് നാം ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ഇന്ന് നിങ്ങളോട് പറയുകയാണ്: വിശ്വാസം മലകളെ നീക്കും. മല എന്ന് പറയുന്നത് തടസ്സത്തെ കാണിക്കുക, മലയെന്ന് പറയുന്നത് പ്രതികൂലത്തെ കാണിക്കുക. ഒരു ഡെസ്റ്റിനേഷനിലേക്ക്, ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്താതിരിക്കാൻ മുന്നിൽ കാണുന്നതാണ് മല, തടസ്സം. തടസ്സമുണ്ടെന്ന് പറഞ്ഞ് പലരും ഭയപ്പെട്ട് അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കും. പലരും തീരുമാനങ്ങൾ എടുക്കത്തില്ല, പലരും മടങ്ങിപ്പോകും. അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ നിർവഹിക്കാതെ അവർ ലജ്ജിച്ച് മടുത്ത് പിൻവാങ്ങിപ്പോകും. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ, ഒരു ചെറിയൊരു കൂട്ടം, അവർ മലകളെ കണ്ട് ഭയപ്പെടത്തില്ല. അവരുടെ അകത്തു വ്യാപരിക്കുന്ന വിശ്വാസം ഈ തടസ്സമാകുന്ന മലയെ നീക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ 1-ാം ദിവസത്തെ ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയുക, വിശ്വസിക്കുക. മലകളെ നീക്കുന്നതാണ് നമ്മുടെ അകത്ത് ചലിക്കുന്ന വിശ്വാസം. മത്തായി സുവിശേഷം 17:20-21. അവൻ അവരോട്: നിങ്ങളുടെ വിശ്വാസം നിമിത്തമത്രേ. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. നോക്കിക്കേ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വെറുതെ ഒരു മെസ്സേജ് കേട്ട് പോവല്ല. ഈ വാക്യമൊക്കെ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ള വാക്യമാണ്. പക്ഷേ അങ്ങനല്ല ഇന്ന് ഈ ദൂത് കേൾക്കുന്നത്. ഇന്ന് ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വിശ്വാസം വർദ്ധിക്കണം. റോമാലേഖനം 10:17 വായിക്കുന്നു: വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും ഉണ്ടാകുന്നു. അപ്പോൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിശ്വാസം വർദ്ധിക്കാൻ പോവുകയാണ്, വിശ്വാസം ഉണ്ടാകാൻ പോവുകയാണ്. ഇന്നലെ വരെ ജീവിച്ച ജീവിത രീതിയുണ്ട്. ഇന്നലെ വരെ കാര്യങ്ങളെ ഫേസ് ചെയ്തത്, കാര്യങ്ങളെ അഭിമുഖീകരിച്ചത് വേറൊരു രീതിയിലാണെങ്കിൽ, ഇന്ന് ഈ ഒരു സെക്കൻഡ് തൊട്ട്, ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന ഈ നിമിഷം തൊട്ട് നിങ്ങൾ കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നത് വിശ്വാസത്താലാണ്. ബൈ ഫെയ്ത്താണ്, ത്രൂ ഫെയ്ത്താണ്. വിശ്വാസത്താലാണ് ഇനി ആ കാര്യം നേരിടാൻ പോകുന്നത്. വിശ്വാസത്താലാണ് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. വിശ്വാസത്താലാണ് അതിനെ സ്പർശിക്കാൻ പോകുന്നത്. വിശ്വാസത്താലാണ് സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത്. മലകളെ കണ്ടു ഭയപ്പെടാനല്ല ഒരു ദൈവവൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്താൽ മലകളെ മറികടക്കാനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ മല പോലെ നിന്നെന്ന് പറഞ്ഞാലും, മഹാപർവ്വതമായി നിന്നെന്ന് പറഞ്ഞാലും, അതിനെ നീക്കുന്നതാണ് നിങ്ങളുടെ
നിങ്ങളുടെ അകത്ത് ചലിക്കുന്ന വിശ്വാസം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ജനിക്കേണ്ട ഒന്നുണ്ട്, വർദ്ധിക്കേണ്ട ഒന്നുണ്ട്. അത് വിശ്വാസമാണ്. അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ മലകളെ, തടസ്സങ്ങളെ അത് നീക്കും, അത് മാറ്റും, യാതൊരു സംശയമില്ല. ഇവിടെ വായിച്ച വേദഭാഗത്തിൽ ചന്ദ്രരോഗം പിടിപ്പെട്ടൊരു കുഞ്ഞിനെ സൗഖ്യമാക്കാൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കഴിയാതിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ മകനെ സൗഖ്യമാക്കാൻ കഴിയാതെ പോയത് എന്ന് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. പലതരത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് അല്പവിശ്വാസം. എന്നാൽ ദൈവമക്കളെ, അല്പവിശ്വാസമല്ല നമുക്ക് വേണ്ടത്, പൂർണ്ണ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. കാര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നു. പ്രതികൂലമായ വാർത്തകൾ കേൾക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നു. പ്രതികൂലമായ കാര്യങ്ങൾ കാണുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുന്നു. അങ്ങനല്ല, അത് അല്പവിശ്വാസമാണ്. പൂർണ്ണ വിശ്വാസം നമുക്ക് വേണം. സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്നത് എന്താണെന്നറിയാമോ? നിൻ്റെ വിശ്വാസത്തെ ദൈവം ടെസ്റ്റ് ചെയ്യുന്നതാണ്. വിരോധമായ ന്യൂസ് കേൾക്കുമ്പോൾ അത് കേൾക്കുന്നത് എന്താണെന്നറിയാമോ? അങ്ങനെയുള്ളത് വരാൻ കാരണം എന്താ? ദൈവം നിൻ്റെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലല്ലേ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഞാൻ വിശ്വസിക്കുന്നു ഈ മെസ്സേജ് അനേകരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നൊരു ദൂതായി മാറുകയാണ്. നീ കാണേണ്ടത് മലയല്ല, മലയെ മറികടക്കുന്ന അനുഭവത്തെയാണ് നീ നിൻ്റെ വിശ്വാസ കണ്ണുകൊണ്ട് നീ കാണേണ്ടത്. ഇവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. വിശ്വാസമുള്ളൊരു ദൈവപൈതലിന് ഒന്നും അസാധ്യമല്ല. യേശു പറഞ്ഞ കാര്യമാണ്. വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലിന് ഒന്നും അസാധ്യമല്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ ദൈവത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ കഴിയും. എൻ്റെ ദൈവം കൈ നീട്ടിയാൽ ആ കൈയെ പിൻവലിക്കാൻ ആർക്കും പറ്റത്തില്ല. എൻ്റെ ദൈവം എന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നോടൊരു അരുളപ്പാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സകല വാക്തത്വങ്ങളും അവനിൽ ഊവെന്നാണ്, അവനിൽ ആമേനെന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരു ദൈവത്തിൽ പറയുമ്പോൾ ആ വിശ്വാസത്തെ ദൈവം കണക്കിടും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നീതിമാനാ. ആ വിശ്വാസത്തെ കണ്ട് അപ്രകാരം നിനക്ക് വേണ്ടി കരങ്ങൾ ചലിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഇവിടെ പറയുകയാണ്, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. ആർക്കാ? വിശ്വസിക്കുന്ന ദൈവപൈതലിന്. പ്രതിസന്ധികളെ നീക്കാൻ ഒരു ദൈവപൈതലിൻ്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചാൽ ആ ദൈവപൈതലിൻ്റെ മുമ്പിൽ ഒന്നും അസാധ്യമാകുകയില്ല. കാരണം വിശ്വാസം മലകളെ നീക്കുന്നതാണ്, തടസ്സങ്ങളെ നീക്കുന്നതാണ്. ഇന്ന് ഒരുപാട് തടസ്സങ്ങൾ ജീവിതത്തിനകത്ത് വന്ന് കയറി നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ധൈര്യപ്പെടുകയാണ് ഈ ദൂത് കേൾക്കുമ്പോൾ. അതേ സഹോദരി, താങ്കളോടാണ് ഈ ദൂത്. അതേ സഹോദര, താങ്കളോടാണ് ഈ ദൂത്. അതേ ദൈവദാസനെ, താങ്കളോടാണ് ഈ ദൂത്. താങ്കളുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പക്ഷേ നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? നിൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. ആർക്ക്? വിശ്വസിക്കുന്ന ദൈവവേദന. വിശ്വസിക്കുന്ന ദൈവവേദനയുടെ മുമ്പിൽ മലകൾ നിസാരമായി നീങ്ങിപ്പോകും, പ്രതിസന്ധികൾ നിസാരമായി നീങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഈ ദൂത് കർത്താവ് എനിക്ക് തരുമ്പോൾ അനേക കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തന്നൊരു ദൂതായത്. വിശ്വാസം മലകളെ നീക്കും. കേട്ടിട്ടുള്ള വാക്യമാണ്, പക്ഷേ ഈ ഒരു വാക്കകത്തോട്ട് കയറിയപ്പോൾ അസാധാരണമായ ദൈവശക്തിയാണ് ജീവിതത്തിനകത്ത് അനുഭവിച്ചത്. ഈ 1-ാം ദിവസത്തെ ദൂത് മറക്കല്ലേ. വിശ്വാസം മലകളെ നീക്കും. നീ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു കർത്താവ് പറയുന്നു, നിനക്ക് ഒന്നും അസാധ്യമാകുകയില്ല. മത്തായി 17:21 ഇതേ കാര്യം പറയുമ്പോൾ, ഈ വാക്യം വായിച്ചതുപോലെ പറയുമ്പോൾ, മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിലും ഇതേ കാര്യമാണ് പറയുന്നത്. അവിടെ യേശു ഒരു അത്തിയെ ശപിക്കുന്ന ഭാഗം നമുക്ക് കാണാം. ശപിച്ച അത്തി 24 മണിക്കൂറിനുള്ളിൽ ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ യേശു പറയുന്ന മറുപടി മർക്കോസ് 11:22-23 വാക്യത്തിലുണ്ട്.
ഇങ്ങനെ വായിക്കുന്നത്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ശ്രദ്ധിച്ചോ ആ കാര്യം? 2 വ്യത്യസ്ത കോണ്ടെക്സ്റ്റിൽ യേശു പറഞ്ഞ ഒരേ കാര്യം മർക്കോസ് 11 മത്തായി 17 നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ വായിച്ചത് ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പറയുക. ഏതെങ്കിലും ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തിനകത്ത് സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, എന്തെല്ലാം കാര്യമാണ്? ഹൃദയത്തിൽ സംശയിക്കാൻ പാടില്ല. വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റാണ് സംശയം. ദൈവത്തിന് ഇഷ്ടമില്ല സംശയം. സംശയം വരാനൊരു കാരണമെന്ന് പറഞ്ഞാൽ അവിശ്വാസമാണ്. നമ്മൾക്ക് റോമാലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഇത് വ്യക്തമാണ്. 4:20 ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അബ്രഹാമിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. വാർദ്ധക്യത്തിൽ 99-ാമത്തെ വയസ്സിൽ താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് അവിടെ വായിക്കുന്നത്. അവിശ്വാസത്തിൽ സംശയിച്ചില്ല. ദൈവം വാഗ്ദത്തം പറഞ്ഞു, പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനകത്ത് അവിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല? സംശയിച്ചില്ല. ഹൃദയത്തിനകത്ത് അവിശ്വാസം വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അവിശ്വാസം വരുമ്പോൾ അതിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഇന്ന് മെസ്സേജ് കേൾക്കും പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അവിശ്വാസം വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ആ അവിശ്വാസത്തിൽ എന്ത് ചെയ്യരുത്? സംശയിക്കരുത്. അയ്യോ, ഇത് നടക്കുമോ? ഈ പറഞ്ഞ പോലെ നടക്കുമോ? മലകൾ നീങ്ങുമോ? എൻ്റെ മുൻപിലുള്ള പ്രതിസന്ധികൾ മാറുമോ? എനിക്കൊന്നും അസാധ്യമാകുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ആ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കാതിരിക്കുമോ? സംശയിക്കരുത്. അവിശ്വാസത്തിൽ സംശയിക്കരുത്. പകരം എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഓരോ ദിവസവും ശക്തിപ്പെടണം. അതാ യേശു പറയുന്നത്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. സംശയം വേണ്ട കേട്ടോ. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചത് നമ്മുടെ മനസ്സിനകത്ത് കയറുമ്പോൾ സംശയം ഉണ്ടാവും. സംശയിക്കരുത്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. ഈ മലയോട് നീ നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. വളരെ ശ്രദ്ധിക്കണേ. നമ്മൾ ചിന്തിച്ചു, വിശ്വസിക്കുന്നവനൊന്നും അസാധ്യമാകുകയില്ല. അടുത്തത് പറയുന്നു, വിശ്വാസം മലകളെ നീക്കും. ഈ 2 വാക്യത്തിനകത്തും അതാ പറയുന്നത്. വിശ്വാസം എന്തു ചെയ്യും? മലകളെ നീക്കും. അതേസമയം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നത്, മലകളെ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസമുണ്ടായാലും. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തെ റിലേറ്റ് ചെയ്യുന്ന എപ്പോഴും മലകളെ നീക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട 1 കൊരിന്ത്യർ 13:2 വായിച്ചേ. മലകളെ നീക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ചെയ്തത്? നീ വിശ്വസിക്കുക ദൈവത്തിലെ. ചില തടസ്സങ്ങൾ ഈ ദിവസങ്ങളിൽ നിൻ്റെ മുമ്പ് മാറിപ്പോകാൻ പോവുക. ചില നിയമത്തിൻ്റെ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുമ്പോൾ നീങ്ങിപ്പോകുകയാണ്. നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെയും നിൻ്റെ വിശുദ്ധ ജീവിതത്തെയും ദൈവവുമായിട്ടുള്ള ബന്ധത്തെയും പുറകോട്ട് വലിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, അത് നീ വിശ്വസിക്കുമ്പോൾ നീങ്ങിപ്പോകുകയാണ്. നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന തടസ്സമാണ്. ആ മലയിനി നീങ്ങിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഈ 2 വാക്യത്തിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ. ശ്രദ്ധിച്ചോ ആ വാക്ക്? മത്തായി 17 വായിച്ച ഇങ്ങനെ, നിങ്ങൾക്ക് കടികൂടിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തു ചെയ്യണം? വിശ്വാസം വാ കൊണ്ട് പറയണം. ഹൃദയത്തിനകത്ത് സംശയിക്കാതെ നീ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം പറയാൻ. അങ്ങനെ യേശു പറഞ്ഞു. ചുമ്മാ അങ്ങ് പറയല്ല, അയ്യോ ഒരു ദൈവദാസൻ്റെ ഒരു മെസ്സേജ് കേട്ടു, വിശ്വാസം പറയണമെന്ന്, എന്നാന്ന് പറഞ്ഞു നോക്കിയേക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനല്ല. ദൈവത്തിൻ്റെ വചനം പറയും. യേശു പറയുന്നു, മലയോട് നീങ്ങി കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്ന പ്രാക്ടിക്കൽ രീതിയിൽ ചിന്തിച്ച്, ഒരു തടസ്സം നിൻ്റെ മുമ്പിൽ വരുമ്പോൾ നീ വിളിച്ചു പറയണം,
ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോവാ തടസ്സം. ആ പ്രതിസന്ധി മാറിപ്പോ എന്ന് നീ പറയണം, വാ കൊണ്ട് പറയണം. എങ്ങനെ പറയേണ്ടത്? ആദ്യം ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം പറയാൻ. മർക്കോസ് 11:23 അതിൻ്റെ അടിസ്ഥാനം. ഹൃദയത്തിൽ സംശയിക്കാതെ, എന്നോട് ചേർന്ന് പറഞ്ഞേ, ഹൃദയത്തിൽ സംശയിക്കാതെ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയണം. മനസ്സിലായോ? പറയണം. ഈശോർ പറയണം. കടലിൽ പോയി ചാട്, നിൻ്റെ വാ തുറന്ന് നീ പറയണം. നിൻ്റെ വായിക്കാത്ത അധികാരം ദൈവം തന്നിട്ടുണ്ട്. വിശ്വാസത്തോടെ പറ, സംശയങ്ങളെല്ലാം മാറ്റിയിട്ട് പറ, അതുപോലെ സംഭവിക്കും. സക്രിയാവ് 4:7 പറയുന്നു, സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ, നീ സമഭൂമിയായിത്തീരും. അത് പറയുക, പർവ്വതത്തെ നോക്കി പറയുക, നീ ആരാ. തടസ്സത്തെ നോക്കി പറയണം, നീ ആരാ. വിശ്വസിക്കുന്ന എല്ലാം സാധ്യമാകും, വിശ്വസിക്കുന്നവന് മുമ്പിൽ എല്ലാം സാധ്യമാകുമെന്ന് യേശു പറഞ്ഞിരിക്കുന്ന നിന്നെ നീ പറയണം, എൻ്റെ മുമ്പിലുള്ള ഈ പർവ്വതമേ നീ ആരാ, നീ സമഭൂമിയായിത്തീരും. കൃപ കൃപ എന്ന ആർപ്പോടെ അതിന് ആണിക്കല്ല് കയറ്റും. യെരൂശലേം ദേവാലയം റീബിൽഡ് ചെയ്ത മനുഷ്യനാണ് സെരുബാബേൽ. ശലോമോൻ പണിത ദേവാലയം നെബൂഖദ്നേസറൊക്കെ നശിപ്പിച്ചു. അതിനുശേഷം BC 516 തൊട്ട് AD 70 വരെ അത് റീബിൽഡ് ചെയ്തു, പുതുക്കി പണിതു സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ. ആ സമയത്താണ് ഈ വാക്യം സെരുബാബേലിനോടുള്ള ബന്ധത്തിൽ പറയുന്നത്. നീ ആരാ തടസ്സമേ, നീ ആരാ, നീ മാറിപ്പോകും, നീ സമഭൂമിയായിത്തീരും. ആമേൻ. കാരണം ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഒരു ദൈവവേദനയുടെ ഉള്ളിൽ ഉറപ്പുണ്ട്, നിശ്ചയമുണ്ട്, സംശയമില്ല. നീ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവവേദനയിലെ നിൻ്റെ ഹൃദയത്തിൽ നീ സംശയിക്കരുത്. നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം, നിശ്ചയമുണ്ടായിരിക്കണം. ഞാൻ പറയുന്നത് പോലെ സംഭവിക്കും. ഞാൻ പറയുന്നത് വെറുതെ പറയുകയല്ല, ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടു. വിശ്വസിക്കുന്നവനൊന്നും അസാധ്യമാകുകയില്ല. വിശ്വസിക്കുന്നവന് മുമ്പിൽ പർവ്വതങ്ങൾ നീങ്ങിപ്പോകും. വിശ്വസിക്കുന്ന മുമ്പിൽ പർവ്വതങ്ങൾ സമഭൂമിയായി തീരുമെന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ടു. ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വാസത്തോടെ ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പറയുകയാണ്. വിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, പ്രൊക്ലെയിം ചെയ്യുകയാണ്. ഞാൻ കമാൻഡ് ചെയ്യുകയാണ്, പർവ്വതമേ നീ നീങ്ങിപ്പോ. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആരാ, നീ സമഭൂമിയായി തീരുമെന്ന് നീ വിശ്വാസത്തോടെ പറയണം. വിശ്വസിക്കുന്ന ഒരു ദൈവവേദലിന് സംശയമല്ല, ഉറപ്പുമുണ്ട്, നിശ്ചയമുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തി പറയും, എൻ്റെ ജീവിതത്തിൽ ആ വ്യക്തി പറഞ്ഞ പോലെ സംഭവിക്കത്തില്ലെന്ന് പറയണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയും. സഹോദരി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സഹോദരി എല്ലാവർക്കും ഇങ്ങനെ വന്നല്ലോ, അവർക്കെല്ലാം ഇങ്ങനെ വന്നല്ലോ. നീ പറയണം, അതൊന്നും എനിക്ക് വിഷയമല്ല, ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. മറ്റുള്ളവർക്ക് വന്ന പോലല്ല എൻ്റെ ജീവിതത്തിൽ, ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ കുടുംബം വിശ്വസിക്കുന്ന കുടുംബമാണ്. എൻ്റെ കുടുംബം വചനത്തിനകത്ത് വിശ്വസിക്കുന്ന. വിശ്വാസം മലകളെ നീക്കും. വിശ്വസിക്കുന്നവനൊന്നും അസാധ്യമല്ല. ഞാൻ സംശയിക്കാതെ ഹൃദയത്തിൽ ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. ഞാൻ മലയോട് കൽപ്പിച്ചിട്ടുണ്ട്, നീങ്ങിപ്പോയി കടലിച്ചാട്, പ്രതിസന്ധിയെ നീങ്ങിപ്പോയി കടലിച്ചാട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വരത്തില്ല, എൻ്റെ മിനിസ്ട്രിയിൽ അങ്ങനെ വരത്തില്ല, എൻ്റെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കത്തില്ല. അത് നീങ്ങിപ്പോകും. എനിക്ക് ഉറപ്പുണ്ട്, ഒരു നിശ്ചയമുണ്ട്. വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ചാടിക്കയറി പറയുന്നൊരു വാക്യമുണ്ട്, എബ്രായർ 11:1 അല്ലേ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാകുന്നു. അപ്പോൾ വിശ്വാസമുള്ളവന് ഉറപ്പുമുണ്ട്, നിശ്ചയമുണ്ട്. എന്താ? കണ്ടിട്ടില്ല കാര്യം, മേൻ ആശിക്കുന്നത് നടന്നിട്ടില്ല, പക്ഷെ ഉറപ്പുമുണ്ട്, നിശ്ചയമുണ്ട്. അതാ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം മാനുഷികമായ ഒന്നുമല്ല. ഈ പറഞ്ഞ ഇത്രയും കാര്യം 10-15 മിനിറ്റ് നിങ്ങൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുക വിശ്വാസത്തോടെ. പക്ഷെ ഇതിനൊക്കെ ആധാരം ദൈവത്തിൻ്റെ ശക്തിയാണ്. 1 കൊരിന്ത്യർ 2:4 പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. ഈ ദൈവവചനപ്രകാരം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, സാഹചര്യങ്ങൾ പ്രതികൂലമാവുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനം ദൈവശക്തിയാണ്. വിശ്വസിക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ പൊട്ടനെ പോലെ, ഒരു ശിശുവിനെ പോലെ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വിശ്വസിച്ചിരിക്കുമ്പോൾ, നമുക്ക് വേണ്ടി മൂവ് ചെയ്യുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. എഫേസ്യലേഖനം 1:19 വായിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ
അളവറ്റ വലിപ്പം, സകലതും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാരശക്തി, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം വരെ ചെയ്യുവാൻ നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും എന്ന് പറഞ്ഞാൽ ഒരു വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. ഒരു ദൈവവൈതൽ ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോൾ ആ ദൈവവൈതലിന് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, സർപ്പാസിംഗ് പവർ ഓഫ് ഗാഡ്. സഹോദര, സഹോദരി, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? വിളിച്ചു പറയണം. ഇനി നെഗറ്റീവല്ല, വിശ്വാസം വിളിച്ചു പറയണം. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ തലമുറയുടെ ജീവിതത്തിനകത്തൊരു യഥാസ്ഥാനമുണ്ടാകും. എൻ്റെ മിനിസ്ട്രിക്കകത്ത് ഒരു റീസ്റ്റോറേഷൻ സംഭവിക്കും. എൻ്റെ ജോലിക്കകത്ത്, എൻ്റെ വ്യക്തിപരമായ സ്പിരിച്വൽ ലൈഫിനകത്ത് റീസ്റ്റോറേഷൻ സംഭവിക്കും. ഇന്നലകളിൽ സംഭവിച്ച പരാജയമല്ല അടിസ്ഥാനം. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ വിശ്വാസമാണ് അതിന് കാരണം. ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്ക് വേണ്ടി വ്യാപരിക്കുന്നൊരു ദൈവശക്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കാൻ പോവുകയാണ്. സംശയമല്ല വേണ്ടത്, ഉറപ്പും നിശ്ചയവുമാണ്. നീ വിശ്വസിക്കുന്ന നിൻ്റെ വിശ്വാസം മലകളെ നീക്കും. നീ വിശ്വസിക്കുന്ന നിൻ്റെ വിശ്വാസം അസാധ്യങ്ങളെ സാധ്യമാക്കും. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത്, നീ ദൈവസന്നിധിയിൽ ജാഗരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത്, ഞരങ്ങിക്കൊണ്ട് ജാഗരിക്കുന്ന വിഷയത്തിനകത്ത് വിശ്വസിക്കുമ്പോൾ, ഞാൻ ആത്മാവിൽ ഈ ദൂത് പറയുമ്പോൾ ഞാനും വിശ്വസിക്കുന്നു. ഈ മെസ്സേജ് കേട്ടവരുടെ ആയിരക്കണക്കിന് ആളുകളുടെ സാക്ഷ്യങ്ങൾ വരും ദിവസങ്ങളിൽ കേൾക്കാൻ പോവുകയാണ്. അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കിയതിൻ്റെ സാക്ഷ്യം, ഇല്ലാത്തതിനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ സാക്ഷ്യം. ഇന്ന് ഉറപ്പോടിരുന്നോണം, വിശ്വാസത്തോടിരുന്നോണം. ദൈവത്തിൻ്റെ വചനത്തിൽ നീ ആശ്രയിച്ചോണം. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. ലൂക്കോസ് 17:5 യേശുവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്: ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. പ്രതിസന്ധികളെ നോക്കി കരയാനല്ല ദൈവം എന്നെ വിളിച്ചത്. പ്രതിസന്ധികളെ നോക്കി ദൈവം തന്ന ആ വലിയ പദ്ധതി ഉപേക്ഷിച്ച് പുറകോട്ട് പോകാനല്ല എന്നെ വിളിച്ചത്. ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കുകയും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണുകയും ചെയ്യുമ്പോൾ, ആ വാർത്തകൾ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കാണുമ്പോൾ, അത് കണ്ട് പേടിക്കാനല്ല, വിശ്വാസത്തോടെ അതിനെ നേരിടാൻ കർത്താവ് നിന്നെ വിളിക്കുകയാണ്. ആദ്യത്തെ ഈ ദൂത് മറക്കരുത്. പരിശുദ്ധാത്മാവ് തന്ന ഈ ദൂത് മറക്കരുത്. വിശ്വാസം മലകളെ നീക്കും. ഹല്ലേലൂയ. തുടർന്നുള്ള 4 ദിവസവും ഈ ദൂതുകളെ വിളിച്ചു പറയുമ്പോൾ ദൈവം ചില വീര്യപ്രവർത്തികൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവമക്കളെ, നെഗറ്റീവായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിളിച്ചു പറയണം കേട്ടോ. വിശ്വാസം മലകളെ നീക്കും. വിശ്വാസം മലകളെ നീക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ ദൈവജന സന്ദേശം കേട്ട സകല വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് തന്ന ദൂത് ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. വിശ്വാസം മലകളെ നീക്കും. വിശ്വാസം പ്രതിസന്ധികളെ നീക്കും. വിശ്വസിക്കുന്നവനൊന്നും അസാധ്യമല്ല. വിശ്വസിക്കുന്നവന് മുമ്പിൽ മലകൾ, പ്രതിസന്ധികൾ നീങ്ങിപ്പോകും. പ്രതികൂലമായ സാഹചര്യങ്ങൾ നീങ്ങിപ്പോകും. ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിളിച്ചു പറയുന്നവരുടെ കൂട്ടത്തിൽ, വിശ്വാസത്തെ വിളിച്ചു പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുമല്ലോ. വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഉള്ളിൽ സംശയമല്ലല്ലോ കർത്താവേ ഉണ്ടാകുന്നത്. ഉറപ്പും നിശ്ചയവും ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം. ഈ ശബ്ദം കേട്ട സകല വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ടെസ്റ്റിമണീസ് ഉണ്ടാകട്ടെ, സാക്ഷ്യങ്ങളുണ്ടാകട്ടെ. വിശ്വാസം ദൈവദാസനെ മലകൾ നീക്കിയെന്ന് പറയാൻ കർത്താവ് ഇടവരുത്തണമേ. അങ്ങയുടെ നാമത്തിന് മഹത്വം എടുക്കുവാൻ ഈ മെസ്സേജ് കാരണമായി തീരട്ടെ. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൂത് മറന്നു പോകരുത്. വിശ്വാസം മലകളെ നീക്കും. ഗോഡ് ബ്ലസ് യു.